നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് ഞാൻ പുതുവർഷത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പുതുവർഷം എന്ന് പറയുമ്പോൾ മലയാളികളുടെ പുതുവർഷം, നമ്മളുടെ പുതുവർഷം എന്ന് പറയുന്നത് ചിങ്ങമാസം 1-ാം തീയതി തൊട്ട് കർക്കിടക മാസം 30-ാം തീയതി വരെ വരുന്ന പീരീഡിനെയാണ് ഒരു വർഷമായിട്ട് കാണുന്നത്. പുതുവർഷം ആരംഭിക്കാൻ പോവുകയാണ്. 1201-ാം ആണ്ട് തുടങ്ങുകയാണ്. ചിങ്ങമാസം 1-ാം തീയതി തൊട്ട് ഒരു വർഷക്കാലം ഓരോ രാശിക്കാർക്കും രുടെയും ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇടവരാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇടവരാശിയിൽ വന്നിട്ടുള്ള നക്ഷത്രങ്ങൾ, ഇടവരാശി ഒരു രാശിയിൽ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു രാശി. കാർത്തിക നക്ഷത്രത്തിൻ്റെ 2ാമത്തെ 3/4 ഭാഗം, അതായത് 45 നാഴിക കാർത്തികയുടെ 3/4-ഉം രോഹിണി നക്ഷത്രവും മകയിരത്തിൻ്റെ പകുതി ഭാഗവും ചേരുന്ന രാശിയാണ് ഇടവ രാശി. ഇടവരാശിക്കാർക്ക് പുതുവർഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ശോഭനമായ ഒരു വർഷം ആയിരിക്കും, അതിന് സംശയം വേണ്ട. കാരണം നിങ്ങൾക്ക് ഈ പുതുവർഷത്തിൽ ഗ്രഹങ്ങളെല്ലാം അനുകൂലപ്രദമാണ്. ഒന്ന്, വ്യാഴം ധനസ്ഥാനത്ത് നിൽക്കുകയാണ്. മാത്രമല്ല ശനി 11-ൽ നിൽക്കുകയാണ്. കണ്ടകശനിയോ ഒന്നുമില്ല. കഴിഞ്ഞ പീരീഡിൽ കണ്ടകശനി ഉണ്ടായിരുന്നു. വ്യാഴം ജന്മത്തിൽ നിന്നെങ്കിൽ പോലും കണ്ടകം നിൽക്കുകയായിരുന്നു. ഇതെല്ലാം മാറി. അപ്പോൾ നമുക്ക് ധനസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതിൻ്റെ പേരിൽ ധനപുഷ്ടി ഉണ്ടാവും. ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും. ഉദ്യോഗത്തിലിരിക്കുന്ന ആളിന് ഉദ്യോഗ കയറ്റം കിട്ടും. എന്തെങ്കിലും സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ പോലും അത് വിജയിക്കും. ധനസ്ഥാനത്ത് ശനിയും കൂടി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ ഐശ്വര്യപ്രദമായ ഒരു വർഷമാണ് പുതുവർഷം. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ മാക്സിമം ഈ പുതുവർഷത്തെ വിനിയോഗിക്കണം. നമുക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുക. നമ്മൾ എന്തിനിത് അറിയണു എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇപ്പോൾ ജീവിതയാത്രയാണ്. എല്ലാവരും യാത്ര ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ യാത്ര ചെയ്യാൻ നല്ലൊരു റോഡ് കിട്ടി, നമുക്കൊരു ഹൈവേ കിട്ടി, അല്ലെങ്കിൽ സൂപ്പർ ഹൈവേ കിട്ടി. അവിടെ നമ്മൾ 20-ൽ പോകാൻ ശ്രമിക്കരുത്. അവിടെ അനുവദനീയമായ സ്പീഡിൽ ഓടിക്കൊള്ളണം. അത് കഴിഞ്ഞ് നമുക്ക് കട്ടർ റോഡോ അല്ലെങ്കിൽ ഹൈ റേഞ്ചോ ഫോറസ്റ്റോ ഒക്കെ വന്നു. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വളരെ ശ്രദ്ധിച്ച് ബ്രേക്ക് ചവിട്ടി പതുക്കെ പോകാൻ നോക്കണം. ഇതുപോലെ നല്ല സമയവും ചീത്ത സമയവും നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ സമയത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നവനാണ് മിടുക്കൻ. അപ്പോൾ നമുക്ക് ഈ സമയത്തെ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് അനുകൂലപ്രദമായ സമയമാണ്. അപ്പോൾ ജോലിയിലെ കാര്യത്തിലാവട്ടെ, ബിസിനസ് ആവട്ടെ, പഠിക്കുന്ന കുട്ടികൾ പഠിത്തത്തിൻ്റെ കാര്യത്തിലാവട്ടെ, കുറച്ച് കഷ്ടപ്പെട്ടാൽ പോലും നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കും. അങ്ങനെ വളരെ പുരോഗതിയെ കൊടുക്കുന്ന ഒരു രാശിയാണ് ഇടവരാശി. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം? അതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തണം. കാരണം ഞങ്ങൾ ഈ ചാനലിലൂടെ യൂട്യൂബ് ലൈവ് പ്രോഗ്രാം ചെയ്യാറുണ്ട്. ലൈവ് പ്രോഗ്രാം ചെയ്യുന്നത് എന്താണ്? നിങ്ങൾക്ക് 1 മണിക്കൂർ സമയം വിളിച്ച് നേരിൽ സംസാരിക്കാം. നിങ്ങളെ കാര്യങ്ങൾ വിളിച്ചപ്പോഴ് തന്നെ സംസാരിക്കാം. അപ്പോൾ അല്ലാത്ത സമയത്ത് ചിലപ്പോൾ മെസ്സേജൊക്കെ ഇട്ടാൽ ആ മെസ്സേജിനൊക്കെ മറുപടി അറിയാൻ ബുദ്ധിമുട്ടാണ്. കാരണം കൺസൾട്ടേഷൻ കൂടുതലുണ്ട്. അതുപോലെ ദുബായിൽ തന്നെ കരാമയിൽ പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന സ്ഥാപനമുണ്ട്. അപ്പോൾ അവിടെ കൺസൾട്ടേഷൻ ഉണ്ട് എല്ലാ മാസവും. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് പലപ്പോഴും നിങ്ങൾ മറുപടി വാട്സപ്പിലൂടെ തരുന്നതിന് ചിലപ്പോൾ തരാൻ പറ്റിയെന്നിരിക്കില്ല. അതുകൊണ്ടാണ് നമ്മളുടെ ആൾക്കാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് യൂട്യൂബ് ലൈവ് പ്രോഗ്രാം നടത്തുന്നത്. അതുകൊണ്ടാണ് ഇത് മറ്റുള്ളവരിലേക്കും കൂടി നമ്മൾ ചിലപ്പോൾ വന്ന് കണ്ടിട്ടുണ്ടാവാം.
ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ മറ്റുള്ളവരിലേക്ക് കൂടി അത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യാനും കൂടി പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് ലൈവിലൂടെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിൽ നമുക്ക് അത്യാവശ്യ സംശയങ്ങൾ വിളിച്ചു ചോദിക്കാനുമായിട്ടാണ് യൂട്യൂബ് ലൈവ് ചെയ്യണം. അപ്പോൾ ലൈവിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ബെൽ ബട്ടണും കൂടി അമർത്തിയ യഥാസമയത്ത് ലഭ്യമാവും. അപ്പോൾ നല്ലൊരു വർഷമാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. എല്ലാ ഇടവരാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.